വിഴിഞ്ഞം തുറമുഖം നാളെ ഔപചാരികമായി കമ്മീഷനിങ് ചെയ്യുകയാണ്. നാളെ പ്രധാനമന്ത്രിയാണ് കമ്മീഷനിങ് ചെയ്യുക. പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് എത്തുമറിയുന്നു. കനത്ത സുരക്ഷാ വലയത്തിലാണ് തലസ്ഥാന നഗരവും പരിസര പ്രദേശങ്ങളും ഇപ്പോൾ. എന്നാൽ ഈ വിവാദം ഉണ്ടായി. നിങ്ങൾക്കറിയാം, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വിളിച്ചില്ല എന്നുള്ള രീതിയിലുള്ള വിവാദം വന്നിരുന്നു. അവസാനം വിവാദങ്ങൾ കനത്തപ്പോൾ അദ്ദേഹത്തിന് ക്ഷണക്കത്ത് അയച്ചു. എന്നാൽ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഡോക്ടർ ശശി തരൂരും അതുപോലെ ലോക്കൽ നിയമസഭാ അംഗവും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. എന്നാൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചതും കോൺഗ്രസ് വിവാദമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ തത്സമയം ചേരുകയാണ് വിഴിഞ്ഞത്ത് നിന്ന്. അജീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ അജീഷ്. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും എനിക്ക് പിന്നിൽ വിഴിഞ്ഞം തുറമുഖം, രാജ്യാന്തര തുറമുഖം തല ഉയർത്തി നിൽക്കുന്നുണ്ട്. മലയാളികൾ കാത്തിരുന്ന, കേരളം കാത്തിരുന്ന, രാജ്യം കാത്തിരുന്ന ആ ദിവസം അത് നാളെയാണ്. നാളെയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുക. ഇന്ന് വൈകിട്ടോടെ പ്രധാനമന്ത്രി എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം ടെക്നിക്കൽ ഏരിയയിൽ ലാൻഡ് ചെയ്യും. അതിനുശേഷം പ്രധാനമന്ത്രി രാജ്ഭവനിലാകും തങ്ങുക. നാളെ രാവിലെ സൈനിക ഹെലികോപ്റ്ററിലാകും പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് എത്തുക. 10:15 ഇവിടെ എത്തും. പ്രധാനമന്ത്രിയെ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിക്കും. അതിനുശേഷം 11 മണിയോട് കൂടിയാണ് കമ്മീഷനിങ് ചടങ്ങുകൾ നടക്കുക. ഈ കമ്മീഷനിങ് ചടങ്ങിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കും. അതിനുശേഷം 12 മണിയോടെയാകും പ്രധാനമന്ത്രി ഇവിടെ നിന്ന് മടങ്ങുക. കമ്മീഷനോട് അനുബന്ധിച്ച് തന്നെ MSCയുടെ കൂറ്റൻ കപ്പൽ സെലസ്റ്റീന മരസ്ക വിഴിഞ്ഞത്ത് എത്തുന്നുണ്ട്. മാത്രമല്ല, ഇത് കാണാൻ 10,000-ഓളം പൊതുജനങ്ങളെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേക പന്തൽ തയ്യാറാക്കിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിൽ അതിൻ്റെ ഭാഗമായി ട്രയൽ റൺ നടന്നിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല, സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം പലതവണ വിഴിഞ്ഞത്തും തിരുവനന്തപുരം നഗരത്തിലും എത്തി പരിശോധനകൾ വിലയിരുത്തി. 20-അംഗ NSPG സംഘം ഇതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. കൂടാതെ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും സുരക്ഷയൊക്കെ ഈ കടൽ തീരത്ത് തന്നെയുണ്ട്. എന്തായാലും നമ്മൾ കാത്തിരുന്ന ആ ദിവസം നാളെയാണ് എത്തിച്ചേരുക. എന്തായാലും കഴിഞ്ഞ ജൂലൈയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ തുടങ്ങിയത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിനുശേഷം ഡിസംബറിൽ ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങി. ഏതാണ്ട് 246 വലിയ കാർഗോകൾ ഇതിനോടകം തന്നെ വിഴിഞ്ഞത്ത് എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് 5 ലക്ഷം TEU ചരക്കുകളാണ് വിഴിഞ്ഞം കൈകാര്യം ചെയ്ത്. ഇതിനോടകം ഏതാണ്ട് 243 കോടി രൂപ സംസ്ഥാനത്തിന് തന്നെ വരുമാനമായി കിട്ടി. അത്രയധികം നമ്മുടെ കേരളത്തിൻ്റെ, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊർജം പകരുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. ആ പദ്ധതിയാണ് നാളെ തുടക്കം കുറിക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ പൊളിറ്റിക്സിലേക്ക് വന്നാൽ, നമ്മൾ ഈ കടന്നു വരുന്ന വഴികളിൽ, ഈ ബൈപ്പാസ് റോഡിലൂടെയൊക്കെ തന്നെ വലിയ കൂറ്റൻ ഫ്ലെക്സുകൾ പ്രധാനമന്ത്രിയുടെ ചിത്രത്തിലും പിണറായി വിജയന്റെ ചിത്രത്തിലും ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിലും വച്ചിട്ടുണ്ട്. 3 മുന്നണികളും അതിന്റെ പിതൃത്വം ഏറ്റെടുത്ത് രംഗത്ത് വരുന്നുണ്ട്. നാളെ ഈ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രിയെ കൂടാതെ മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരനും സംസ്ഥാനത്തെ മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ ആദ്യം ക്ഷണിക്കാത്തതിൽ ഉണ്ടായ വിവാദത്തെ തുടർന്നാണ് അദ്ദേഹം വിട്ടുനിൽക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ക്ഷണക്കത്ത് നൽകി എന്ന് പറഞ്ഞുവെങ്കിലും അദ്ദേഹം അത് സ്ഥിരീകരിച്ചില്ല. പിന്നീട് അത് തള്ളുകയായിരുന്നു. എന്തായാലും ഈ പ്രതിപക്ഷമില്ലാതെ നാളെ സർക്കാരും കേന്ദ്ര സർക്കാരുകളാകും ഈ വിഴിഞ്ഞം തുറമുഖം കമ്മീഷനും ചെയ്യുക. ഇതിൻ്റെ പേരിലുള്ള വിവാദങ്ങളൊക്കെ ഒരു ഭാഗത്ത് തുടർന്നു വരികയാണെങ്കിൽ പോലും നമ്മുടെ പദ്ധതിയാണ്, കേരളത്തിൻ്റെ പദ്ധതിയാണ്, രാജ്യത്തിൻ്റെ പദ്ധതിയാണ്. അത് തുറക്കുന്നതിൽ, അത് കമ്മീഷനും ചെയ്യുന്നത്, കരുത്തു പകരുന്നത് നമ്മുടെ സമുദ്ര വാണിജ്യ ബിസിനസ്സിനാണ്. ഓക്കെ, താങ്ക് യു. അജീഷ് ജയകുമാറാണ് വിഴിഞ്ഞത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്ന്. വിഴിഞ്ഞം പദ്ധതി നിലവിൽ പൂർണ്ണമായും വരുന്നതോടെ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും. തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരുപാട് വികസന സാധ്യതകളുള്ള, ഒരുപക്ഷെ ഒരു വികസന കുതിപ്പ് നടത്താൻ കഴിയുന്ന ഒരു പോർട്ടായിരിക്കും വിഴിഞ്ഞം. മാത്രമല്ല, വളരെ അത്യാധുനികമായ സാങ്കേതിക സംവിധാനങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹെഡ്ലോഡിൻ്റെ പണി ചെയ്യുന്ന സാങ്കേതിക സാധ്യത ഉൾപ്പെടെ പരീക്ഷിക്കുന്ന പോർട്ടാണ് ഈ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ വലിയ വലിയ മദർഷിപ്പുകൾക്ക് തീരത്തണയാൻ കഴിയുന്ന വലിയ സാഹചര്യവും വളരെ നാച്ചുറലായിട്ടുള്ളൊരു പോർട്ടാണ് വിഴിഞ്ഞം. ഒരുപക്ഷെ നമ്മുടെ ഈ അഭിമാന പദ്ധതി കമ്മീഷനിങ് ആകുന്നതോടെ ലോകത്തിലേക്ക് നമ്മൾ പുതിയൊരു ജാലകം തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.